സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ വരുന്ന 28-ാം തീയതി ലോഗോസ് ക്വിസ് നടത്തപ്പെടുകയാണല്ലോ. എല്ലാവരും നന്നായി പഠിച്ച് ഒരുങ്ങി എന്ന് വിചാരിക്കുന്നു. ലോഗോസ് ക്വിസിലേക്കുള്ള ബൈബിൾ പഠന ഭാഗത്തു നിന്നുള്ള മുഴുവൻ അധ്യായങ്ങളിലെയും 150ഓളം ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ അധ്യായത്തിലെയും വിശദമായ ചോദ്യോത്തരങ്ങൾ മുൻപുള്ള എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കണ്ട് എക്സാമിന് തയ്യാറെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വചനഭാഗം നോക്കാം. ചോദ്യം 1. ജെഫ്തയെ സഹോദരന്മാർ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ എവിടെ പോയാണ് താമസിച്ചത്? ഉത്തരം: തോബ് ദേശത്ത്. അമ്മോന്യരോട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എന്താണ് ജെഫ്തയോട് മറുപടി പറഞ്ഞത്? ഉത്തരം: കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. വാക്യം 1:9. 3. അമ്മോന്യൻ രാജാവായ സീഹോൻ എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തത്? യാഗാസിൽ. 11:20. 4. ഇസ്രായേലിനും അമ്മോന്യർക്കും ഇടയ്ക്ക് ആര് ന്യായപാലനം നടത്തട്ടെ എന്നാണ് ജെഫ്ത പറയുന്നത്? ഉത്തരം: ന്യായാധിപനായ കർത്താവ്. 5. എത്ര ദിവസമാണ് ഇസ്രായേൽ പുത്രിമാർ ജെഫ്തയുടെ പുത്രിയെ ഓർത്ത് കരയാൻ പോകുന്ന പതിവ്? 4 ദിവസം. 6. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ഏത് കടവുകളാണ് പിടിച്ചെടുത്തത്? ഉത്തരം: ജോർദാൻ്റെ കടവുകൾ. വാക്യം 12:5. 7. ജെഫ്തയ്ക്ക് ശേഷം ആരാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത്? ഇബ്സാൻ. 12:8. ചോദ്യം 8. അമലേക്യരുടെ മലനാട്ടിൽ എഫ്രൈം ദേശത്ത് സംസ്കരിച്ചത് ഏത് ന്യായാധിപനെ? ഉത്തരം: അബ്ദോൻ. വാക്യം 12:15. 9. കർത്താവ് ഇസ്രായേൽ ജനത്തെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം: ഫിലിസ്ത്യരുടെ. 10. മനോവയുടെ ഗോത്രം ഏത്? ഉത്തരം: ദാൻ ഗോത്രം. 11. എന്താണ് നാസീർ വ്രതം? ഉത്തരം: തലം മുണ്ഡനം ചെയ്യാത്തത്. 12. മനോബ ദൂതനോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ എന്താണ് പറഞ്ഞത്? എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ. 13. എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്? മഹനോദാനിൽ വെച്ച്. വാക്യം 13:20. 14. സാംസൺ കണ്ട യുവതി ഏത് ദേശക്കാരി? ഉത്തരം: ഫിലിസ്ത്യ. 15. സിംഹക്കുട്ടി സാംസന്റെ നേരെ എങ്ങനെയാണ് വന്നത്? ഉത്തരം: അലറി. 16. കടങ്കഥയുടെ പൊരുൾ എത്ര ദിവസത്തിനകം പറയണമെന്നാണ് സാംസൺ ഫിലിസ്ത്യൻ യുവാക്കളോട് ആവശ്യപ്പെട്ടത്? 7 ദിവസത്തിനകം. 17. സാംസൺ കോപാക്രാന്തനായി എവിടേക്കാണ് പോയത്? പിതാവിൻ്റെ ഭവനത്തിൽ. 18. യൂദായിലെ എത്ര പേരാണ് ഏത്താം പാറക്കെട്ടിൽ നിന്നും സാംസനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്? ഉത്തരം: 3000 പേർ. 19. എൻകലേക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം: അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. 20. സാംസൺ എന്താണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? എന്നെ ഓർക്കണമേ. വാക്യം 16:28. സാംസൺ എന്താണ് കർത്താവിനോട് യാചിച്ചത്? എന്നെ ശക്തനാക്കണമേ. 22. മിക്കയുടെ അമ്മയുടെ ഏത് നാണയമാണ് നഷ്ടപ്പെട്ടത്? വെള്ളി നാണയം. 23. മിക്ക ലേവ്യ യുവാവിനോട് എന്താണ് പറഞ്ഞത്? എന്നോടുകൂടെ താമസിക്കുക. വാക്യം 17:8. 24. ദാൻ ഗോത്രത്തിൽ നിന്നും എത്ര പേരാണ് ദേശം ഉറ്റുനോക്കുന്നതിന് പോയത്? 5 പേർ. 25. ആയുധധാരികളായ 600 ദാൻ ഗോത്രക്കാർ എവിടെയാണ് താവളമടിച്ചത്? കിരിയാത്ത് ഏയാറിൽ. വാക്യം 18:12. 26. ദാൻ ഗാർ മിക്കയെ കൊള്ളയടിച്ച് മുതലുമായി എങ്ങോട്ടാണ് പോയത്? ലായിഷിലേക്ക്. 27. വൃദ്ധൻ ആവാസന്മാരോട് എന്താണ് പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ തിന്മ ചെയ്യരുത്. വാക്യം 19:23. 28. ദാൻ മുതൽ ബർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ. വാക്യം 20:1. 29. ജനപ്രമാണികളും ഇസ്രായേലിലെ ഗോത്ര
ശ്രേഷ്ഠന്മാരും എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? ദൈവജനത്തിൻ്റെ സഭയിൽ. 30. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും വാളെടുക്കാൻ തയ്യാറായ എത്ര പേർ? 26,000 പേർ. 31. ആരാണ് ആദ്യം യുദ്ധത്തിന് പോയത്? യൂദ. 32. ഇസ്രായേൽ ബെഞ്ചമിൻ യുദ്ധകാലത്ത് കർത്താവിൻ്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു? ബേഥേലിൽ. 20, 26. 33. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു തീരുമാനിച്ചത്? ഉത്തരം: പുകപടലം ഉയർത്തണം. 34. മിസ്പായിൽ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾ സമ്മേളിച്ചപ്പോൾ ഏത് ഗോത്രമാണ് പങ്കെടുക്കാതിരുന്നത്? യാബേഷ് ഗിലെയാദ്. 35. പുരുഷനെ അറിയാത്ത എത്ര കന്യകമാർ യാബേഷ് ഗിലെയാദിൽ ഉണ്ടായിരുന്നു? ഉത്തരം: 400. 36. ഇസ്രായേൽക്കാർ എവിടെ വെച്ചാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ കൈപ്പോടെ കരഞ്ഞത്? ബേഥേലിൽ. വാക്യം 21:2. 37. ജനം ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ സമാധാന ബലികളും ദഹനബലികളും അർപ്പിച്ചത് എപ്പോൾ? പിറ്റേ ദിവസം പുലർച്ചയ്ക്ക്. വാക്യം 21:4. പ്രഭാഷകൻ്റെ പുസ്തകം. ആരുടെ സന്താനങ്ങളാണ് അവകാശം നശിക്കുകയും പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകുകയും ചെയ്യുന്നത്? പാപികളുടെ സന്താനങ്ങൾ. പ്രഭാഷകൻ 41:6. പ്രഭാഷകൻ 41:8 എങ്ങനെയുള്ള ജനത്തിന് കഷ്ടം എന്നാണ് പറയുന്നത്? ദൈവഭയമില്ലാത്ത ജനത്തിന്. 40. എന്താണ് ശാശ്വതമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സൽകീർത്തി. 42. എല്ലാ ഇടപാടുകളിലും കണക്ക് വെക്കണമെന്ന് ക്രയവിക്രയങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം? രേഖ സൂക്ഷിക്കണം. 43. ദൈവഭയമില്ലാത്തവൻ ശാപത്തിലേക്ക് നീങ്ങുന്നു. അവന് എന്താണ് സംഭവിക്കുന്നത്? അവന് നാശം സംഭവിക്കുന്നു. 44. ഒന്നും മറ്റൊന്നിന് പൂരകമാണ്. ഏത് ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രഭാഷകൻ 42:25. ചോദ്യം 45. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ എന്താണ് കർത്താവ് സൃഷ്ടിച്ചത്? ചന്ദ്രൻ. പ്രഭാഷകൻ 43:6. 46. എന്ത് തുറന്ന് മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറക്കുന്നത്? സംഭരണശാല. 47. മേഘഗർജനം കൊണ്ട് കർത്താവ് ഭൂമിയെ എന്തു ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകൻ 43:17 പറയുന്നത്? ഭൂമിയെ ശാസിക്കുന്നു. 48. എന്തിൽ തളർന്നു പോകരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിനെ പുകഴ്ത്തുന്നതിൽ. 49. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ മഹത്വവും പ്രതാപവും ആർക്കാണ് ഓഹരിയായി നൽകിയത്? പൂർവ്വപിതാക്കന്മാർക്ക്. 50. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരാണ്? നോഹ. 44:17. 51. ആരാണ് തികഞ്ഞ നീതിമാൻ? ഉത്തരം: നോഹ. 52. കർത്താവ് തൻ്റെ സ്വരം ആരെയാണ് കേൾപ്പിച്ചത്? മോശ. 53. അഹറോൻ്റെ തലപ്പാവിൽ സ്വർണ്ണ കിരീടത്തിൽ എന്താണ് കൊത്തിയിരിക്കുന്നത്? വിശുദ്ധി. 45:12. 54. ആർക്കാണ് മഹത്വത്തിൽ 3-ാം സ്ഥാനമെന്ന് പ്രഭാഷകൻ 45:23 പറയുന്നത്? ഫിനെഹാസിന്. 55. ജോഷുവ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? രക്ഷകൻ. 56. എവിടെ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ബെസ്കറോൻ ഇറക്കത്തിൽ വെച്ച്. 46:6. 57. ആരാണ് വാക്കുകളിലൂടെ വിശ്വസ്തനായ ദീർഘദർശിയായി അറിയപ്പെട്ടത്? യാക്കോബ്. 46:15. ആരുടെ നാടുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയത്? ദാവീദിൻ്റെ. പ്രഭാഷകൻ 47:1. 59. 10,000ങ്ങളുടെ മേൽ വിജയം ഭരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ഇസ്രായേൽ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചത് ആരെ? ദാവീദിനെ. പ്രഭാഷകൻ 47:6. 59. സോളമൻ എങ്ങനെയാണ് സൽകീർത്തിക്ക് കളങ്കം വരുത്തിയത്? സ്ത്രീകൾക്ക് അധീനനായി. 47:19. 60. ആരുടെ ഭോഷത്വമാണ് രാജ്യം വിഭജിക്കാൻ കാരണമായത്? സോളമൻ്റെ. 61. അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവനെന്ന് പ്രഭാഷകൻ 48:4 പറയുന്നത് ആരെക്കുറിച്ച്? ഏലിയ. 62. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ അവൻ്റെ ചൈതന്യം ആരിലാണ് നിറഞ്ഞത്? എലീഷായിൽ. പ്രഭാഷകൻ 48:12. 63. ആരാണ് നഗരം മുഴുവൻ മതില് കെട്ടി ഉറപ്പിക്കുകയും ഇരുമ്പ് കൊണ്ട് പാറ തുറന്ന് കുളങ്ങൾ കുഴിക്കുകയും ചെയ്തത്? ഹെസക്കിയ.
64. ആരാണ് 3 പ്രാവശ്യം അഗ്നി ഇറക്കിയത്? പ്രഭാഷകൻ പറയുന്നത് ഏലിയ. 65. കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി ആലയം പണിതത് ആര്? യോശുവ. പ്രഭാഷകൻ 49:12. 66. ആരാണ് സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായത്? ശിമയോൻ. പ്രഭാഷകൻ 50:1. 67. ആരുടെ പുത്രന്മാരാണ് തങ്ങളുടെ സർവ്വഭൂഷണ ആഭരണങ്ങളോടും കൂടി കർത്താവിന് കാഴ്ച കരങ്ങളിലെടുത്തത്? അഹ്റോൻ്റെ പുത്രന്മാർ. പ്രഭാഷകൻ 50:13. 68. പ്രഭാഷകൻ തൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവൻ എന്താകുമെന്നാണ് പറയുന്നത്? ജ്ഞാനിയാകും. 50:28. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ചോദ്യം 69. ഈശോ എന്താണ് 10 കുഷ്ഠരോഗികളോട് പറഞ്ഞത്? നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ. 70. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് ഈശോ എന്താണ് മറുപടി പറഞ്ഞത്? പ്രത്യക്ഷമായ അടയാളത്തോടു കൂടിയല്ല ദൈവരാജ്യം വരുന്നത്. 71. തൻ്റെ ദിനത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനം എങ്ങനെ ഉള്ളതായിരിക്കുമെന്നാണ് വിശുദ്ധ ലൂക്ക 17:24 പറയുന്നത്? മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ. 72. ചെറിയ വിശ്വാസത്തിന് പോലും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഈശോ പഠിപ്പിച്ച ഏത് ചെടിയുടെ വിത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? കടുകുമണിയുടെ. 17:6. 73. വിശുദ്ധ ലൂക്ക 17:21 ഈശോ പറഞ്ഞു, ദൈവരാജ്യം എവിടെ ഉണ്ടെന്നാണ്? നിങ്ങളുടെ ഇടയിൽ. 74. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവന് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് വിശുദ്ധ ലൂക്ക 17:33 പറയുന്നത്? അത് നഷ്ടപ്പെടുത്തും. 75. തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും എന്ന് ഈശോ പറഞ്ഞ് ഈ വചനഭാഗവും അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്ക 17:33. 76. എവിടേക്കുള്ള യാത്രയിലാണ് സമരയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നുപോയത്? ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. 17:11. ഭയാസക്തനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ന്യായാധിപൻ്റെയും വിധവയുടെയും. 78. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്? വിശ്വാസം. വിശുദ്ധ ലൂക്ക 18:8. 79. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആരാണ് ഇങ്ങനെ ഈശോയോട് ചോദിച്ചത്? ഒരു അധികാരി. വിശുദ്ധ ലൂക്ക 18:18. 80. ഈശോ തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് എന്താണ് പറഞ്ഞത്? നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. 18:31. 81. ഈ കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയപ്പെട്ടിരുന്നു. എന്താണ് ശിഷ്യന്മാർ മനസ്സിലാക്കാതെ ഇരുന്നത്? പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. 18:34. 82. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആരാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്? അന്ധനായ യാചകൻ. 18:38. 83. സക്കേവൂസ് ചുങ്കക്കാരനും പാപിയുമാണെങ്കിലും അവനും ആരുടെ പുത്രനാണെന്നാണ് ഈശോ പറഞ്ഞത്? അബ്രഹത്തിൻ്റെ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ആര് വന്നിരിക്കുന്നത്? മനുഷ്യപുത്രൻ. 19:10. 85. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഉപമ ഏത്? 10 നാണയത്തിൻ്റെ ഉപമ. 86. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ യാത്ര തുടർന്ന് എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്. 19:28. 87. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഒലിവുമലയ്ക്ക് സമീപം എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ എന്താണ് ചെയ്തത്? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. 19:37. 88. എന്താണ് ജെറുസലേമിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയപ്പെട്ടിരിക്കുന്നത്? സമാധാനത്തിൻ്റെ മാർഗം. 89. നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞിട്ടില്ല. ഈശോ ഏത് നഗരത്തെയാണ് നോക്കിയാണ് ഇങ്ങനെ പറഞ്ഞത്? 19:44. ജെറുസലേം. 90. പുരോഹിത പ്രമുഖരും നിയമജ്ഞന്മാരും ജനപ്രമാണികളും ഈശോയുടെ അരികിൽ വന്ന് എന്താണ് ചോദിച്ചത്? എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? 20:2. 91. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20:9 ഈശോ പറഞ്ഞ ഉപമ ഏത്? മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും. 90. ദൈവം ആരുടെ ദൈവമല്ലെന്നാണ് ഈശോ പറഞ്ഞ്? മരിച്ചവരുടെ. 91.
3. അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ. അധ്യായവും വാക്യവും എഴുതുക. വിശുദ്ധ ലൂക്ക 20:38. 94. ധനികർ നിക്ഷേപിച്ചിരിക്കുന്നത് എന്തെന്നാണെന്നാണ് ഈശോ പറഞ്ഞത്? താങ്കളുടെ സമൃദ്ധിയിൽ നിന്നും. 95. ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് ദുരിതമെന്ന് ഈശോ പറഞ്ഞത്? ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. 21-25. 96. ആര് ശക്തിയോടും വലിയ മഹത്വത്തോടും മേഘങ്ങളിൽ വരുമെന്നാണ് ഈശോ പറഞ്ഞത്? മനുഷ്യപുത്രൻ. 97. യേശു പട്ടണത്തിന് പുറത്തു പോയി എവിടെയാണ് വിശ്രമിച്ചത്? ഒലിവുമലയിൽ. 98. എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടതിന് ആ നാളുകളിൽ എല്ലാം എന്താകുന്നു? പ്രതികാരത്തിൻ്റെ കാലം. 99. യൂദാസ് എന്ന പേരിൻ്റെ അർത്ഥം? സ്വാർത്ഥൻ, സെൽഫിഷ്. 100. ഈശോയുടെ ശിഷ്യന്മാരിൽ ആരാണ് യഹൂദൻ? യൂദാസ്. 101. എന്തിനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ. 102. ആരെ പിന്തുടർന്ന് ചെല്ലണമെന്നാണ് ഈശോ പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരുവനെ. 103. ഈ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച്, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അധ്യായവും വാക്യവും എഴുതുക. വിശുദ്ധ ലൂക്ക 22:19. 104. ഈശോ ആരോടാണ് പറഞ്ഞത്? നിൻ്റെ വിശ്വാസം ചെയ്യിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്? പത്രോസിനോട്. 22:32. 105. കർത്താവേ, നിന്നോട് കൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ആരാണ് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞത്? ശിമയോൻ പത്രോസ്. 22:33. 106. തന്നെ പിടിക്കാൻ വന്നവരോട് ഈശോ എന്താണ് പറഞ്ഞത്? ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. 22:53. 107. പത്രോസിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് ആരാണ്? പരിചാരിക. 108. യേശുവിനെ എപ്പോഴാണ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്നത്? പ്രഭാതമായപ്പോൾ. 109. യേശു ഗലീലയക്കാരനാണെന്നറിഞ്ഞ പിലാത്തോസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? ഹെറോദസിൻ്റെ. 110. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയത് ആര്? സ്ത്രീകളുടെ സമൂഹം. 23-27. 111. ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഈശോയെ പരിഹസിച്ചത് ആര്? പ്രമാണിമാർ. 23-35. 112. യേശുവിൻ്റെ മരണം എത്രാം മണിക്കൂറിൽ? ഏകദേശം 6-ാം മണിക്കൂറിൽ. 23-44. 113. യേശുവിനെ സംസ്കരിച്ച ജോസഫ് ഏത് ദേശക്കാരൻ? അരിമത്യക്കാരൻ. 23-50. 114. ജോസഫ് യേശുവിനെ സംസ്കരിച്ചപ്പോൾ അവനോടൊപ്പം പോയി യേശുവിൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചെന്ന് കണ്ടത് ആര്? ഗലീലിയ സ്ത്രീകൾ. 23-55. 115. യേശുവിൻ്റെ ശരീരം കാണാതെ അമ്പരന്ന് നിന്ന സ്ത്രീകൾ ആരെയാണ് കണ്ടത്? തിളങ്ങുന്ന വസ്ത്രം ധരിച്ച 2 പേരെ. 24-5. 116. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് എവിടെ ആയിരുന്നപ്പോഴാണ് ഈശോ പറഞ്ഞത്? ഗലീലയിൽ. 24-6. 117. സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ കെട്ടുകഥ പോലെ തോന്നിയത് ആർക്ക്? അപ്പസ്തോലന്മാർക്ക്. 118. ആരാണ് കല്ലറയിലേക്ക് ഓടിയത്? പത്രോസ്. 119. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈശോ അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. 24-31. 120. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്യുകയായിരുന്നു? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടു. 121. ഈശോ എന്തിനാണ് അവരുടെ മനസ്സ് തുറന്നത്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ. 24-45. 122. യേശു എവിടെ വെച്ചാണ് സ്വർഗ്ഗാരോഹണം ചെയ്തത്? ബെഥനിയ. എഫെസോസ്. 123. ചോദ്യം:
പിതാവിൻ്റെ കൃപയും സമർത്ഥിക്കൊത്ത് ക്രിസ്തുവിൽ എന്താണ് കൈവന്നിരിക്കുന്നത്? പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും. വാക്യം എഫേസ്യർ 1:7. 124. എന്താണ് രക്ഷയുടെ സദ്വാർത്ത? സത്യത്തിൻ്റെ വചനം. 1:12. 125. വാഗ്ദാനം ചെയ്യപ്പെട്ട എന്തിലാണ് നാം ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ. എഫേസ്യർ 1:13. 26. യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എന്തു വ്യക്തമാക്കുന്നു? തൻ്റെ അപരിമേയമായ കൃപയുടെ സമൃദ്ധി. എഫേസ്യർ 2:7. 127. വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കുന്നു. എന്തുവഴി? യേശുവിൻ്റെ രക്തം വഴി. വാക്യം 2:13. 128. ഓരോ ആത്മാവിൽ ഇരു കൂട്ടർക്കും എവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നു? പിതാവിൻ്റെ സന്നിധിയിൽ. എഫേസ്യർ 2:18. 129. വിജാതിയർക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് ആര്? പൗലോസ്ലീഹ. വാക്യം 3:2. 130. പൗലോസ്ലീഹ തനിക്ക് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാൻ എങ്ങനെ കഴിയുമെന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ കൃപാവരത്താൽ. 3:7. 131. മനുഷ്യൻ്റെ അറിവിനെ അതിജീവിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം. 132. അന്യോന്യം എങ്ങനെ വർത്തിക്കുവിൻ എന്നാണ് എഫേസ്യർ 4:2 പറയുന്നത്? സഹിഷ്ണുതയോടെ. 133. തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്നത് എന്താണ്? വക്രതയാർന്ന ഉപദേശം. എഫേസ്യർ 4:16. 134. ആരിലാണ് സത്യമുള്ളത്? യേശുക്രിസ്തുവിൽ. 135. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? വിശുദ്ധിയിലും നീതിയിലും. 136. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും എന്ത് കേൾക്കാതിരിക്കട്ടെ. പേരുപോലും. 5:3. 137. അനുസരണയില്ലാത്ത മക്കളുടെ മേൽ എന്താണ് നിപതിക്കുന്നത്? ദൈവത്തിൻ്റെ ക്രോധം. 5:6. 138. എന്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്? എഫേസ്യർ 5:11. അന്ധകാരത്തിൻ്റെ. 139. എന്തിൻ പൂരിതരാകുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ആത്മാവിൽ. 5:18. 140. കാനാലാപത്തോട് എങ്ങനെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ? പൂർണ്ണ ഹൃദയത്തോടെ. 5:19. 141. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ശ്ലീഹ ആരെയാണ് പറയുന്നത്? ഭാര്യ ഭർത്താക്കന്മാരെ.